ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. EDയുടെ അന്വേഷണത്തിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. ED അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഞങ്ങൾക്ക് EDയെക്കുറിച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കോൺഗ്രസിനുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഒരേ സ്റ്റാൻഡാണുള്ളത്. ഈ കേസ് എന്താണെന്നുള്ളത് കേസിൻ്റെ വഴിക്ക് പോട്ടെ. ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ED ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ED കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ED എടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? ഞാൻ പറയാം, നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. EDയുടെ അന്വേഷണത്തിൽ ഒരു രാഷ്ട്രീയ അത് ഒരു കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാടാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് ഏർപ്പാടൊന്നുമില്ല. അല്ല, ആ വിഷയം തന്നെ ഏത് വിഷയത്തിലാണെങ്കിലും EDയുടെ അന്വേഷണത്തിനോട് ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും യോജിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം വഴിക്ക് നടക്കട്ടെ, ഇവിടെ ഞങ്ങൾ ഇടപെടുന്നില്ല. അതും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇവിടെ ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നില്ലേ? പിന്നെന്താ കുഴപ്പം? എന്താ? ശരി, ഓക്കെ. എങ്ങനെ? വകുപ്പ് തീർച്ചയായും ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും വകുപ്പ് അവരോടൊപ്പം നിൽക്കും. ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും ഗവൺമെൻറ് അനുകൂലമാണ്. അത് CBI അത് വിജിലൻസ് അന്വേഷിക്കട്ടെ. ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് വിജിലൻസിന്. അതിനുശേഷം കുറേ തെളിവുകൾ ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ അന്വേഷിക്കട്ടെ. എന്തിനാണ് വിജിലൻസ് അന്വേഷിക്കുന്നതിന്? എന്തിനാണ് ഭയപ്പെടുന്നതിന്? അത് അന്വേഷണം നടക്കട്ടെ. ഇവിടെ റിസൾട്ട് വന്നതിന് ശേഷം ബ്ലീച്ചിങ് പൗഡർ ഇറക്കാണ്ട് എന്തായിരുന്നു ഇത്ര തിരക്ക്? റിസൾട്ട് വന്ന് ജനങ്ങൾ വിധി എഴുത്താൽ എന്താണെന്ന് പുറത്തു വന്നു. പുതിയ ആൾക്കാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? അതിലിടയ്ക്കും കച്ചവടം നടക്കണോ? അതുകൊണ്ടാണ് സംശയം. ഏതായാലും വിജിലൻസ് അന്വേഷിക്കട്ടെ.